എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക്. ക്രിസ്മസിന് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന വിമത വിഭാഗം വത്തിക്കാൻ പ്രതിനിധിയുമായുള്ള ചർച്ചയിലാണ് ധാരണ. അടച്ചിട്ട സെന്റ് മേരീസ് ബസിലിക്ക ഡിസംബർ 24 തുറക്കും. ക്രിസ്മസ് ദിനത്തിൽ സിനഡ് കുർബാന അർപ്പിക്കും. ബിഷപ്പ് ബോക്സോ പുത്തൂരാണ് ഏകീകൃത കുർബാന ചൊല്ലുക. കുർബാന ഏകീകരണ വിഷയത്തിൽ സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് നിലവിൽ തർക്കങ്ങൾ വളരെ സങ്കീർണമായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. ഇതിന് ഒരു സമവായത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അതൊരു ഏകീകരണത്തിലേക്ക് കൊണ്ടുവരിക എന്ന വിഷയത്തിൽ നാളുകളായി ചർച്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ 2 വർഷത്തോളം ഏതാണ്ട് തർക്കങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വത്തിക്കാൻ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ 2ാം വട്ടമാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്. ഈ 2ാം വട്ടം വരുന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇതിലൊരു തീരുമാനം എന്ന രീതിയിലേക്ക് പോകുന്നത്. നേരത്തെയും തന്നെയും ചില വിട്ടുവീഴ്ചകൾക്ക് അല്ലെങ്കിൽ ഏകീകൃത കുർബാന ചൊല്ലുവാനായിട്ട് വിശേഷപ്പെട്ട ദിവസങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തുമസ് പോലുള്ള ഒരു ദിവസങ്ങളിലെല്ലാം തന്നെ ഒരുക്കമാണെന്ന് നേരത്തെ തന്നെ വിമത വിഭാഗം അറിയിച്ചിരുന്നു. എന്നാൽ അതിന് തയ്യാറല്ല എന്നതായിരുന്നു ഔദ്യോഗിക പക്ഷത്തിന്റെ ഒരു നിലപാട്. ഇപ്പോൾ വന്നിരിക്കുന്ന ചർച്ചകളിൽ ഇപ്പോഴുള്ള ഒരു സംഘർഷാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കുർബാന സംബന്ധിച്ചുള്ള തർക്കങ്ങളിൽ ഒരു ലഘൂകരണത്തിലേക്ക് ആ വിഷയത്തിലേക്ക് വരിക എന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇരുവിഭാഗവും കൈക്കൊണ്ടിരിക്കുന്നത്. അത് പ്രകാരം 1 വർഷമായി അടഞ്ഞുകിടക്കുന്ന സെന്റ് മേരീസ് ബസിലിക്ക സഭയുടെ സ്ഥാനിക ദേവാലയമാണ്. ഈ ദേവാലയം ക്രിസ്തുമസ് ദിനത്തിൽ തുറന്നുകൊണ്ട് അവിടെ ഏകീകൃത കുർബാന അർപ്പിക്കുക, സിനഡ് നിർദ്ദേശ കുർബാന അർപ്പിക്കുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആ ദിവസം മാത്രമായിരിക്കുമെന്ന രീതിയിലാണ് വിമതപക്ഷം അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഔദ്യോഗികമായ വത്തിക്കാന്റെ ഒരു നിലപാട് തുടർന്ന് അങ്ങോട്ട് ക്രിസ്തുമസ് ദിനം മുതൽ തുടർന്ന് എല്ലാ ദിവസവും സിനഡ് കുർബാന മാത്രമേ അർപ്പിക്കാൻ കഴിയൂ എന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന നിലപാട്. അത്തരമൊരു പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഇപ്പോൾ പിന്നാക്കം പോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം സഭയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി വന്നിട്ടില്ല. എങ്കിൽ കൂടിയും ചർച്ചകളിൽ വന്നിട്ടുള്ളത് ക്രിസ്മസ് ദിനത്തിൽ ഒരു വിട്ടുവീഴ്ച എന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രിസ്മസ് ദിനത്തിൽ സഭയുടെ നിർദ്ദേശം, മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിക്കുക എന്ന നിലപാടിലേക്ക് വിമത വിഭാഗം എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മുഴുവൻ സ്ഥലങ്ങളിലും തന്നെയും ഏകീകരിച്ച കുർബാന അർപ്പിക്കുക എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലും ഈ രീതിയിൽ തന്നെ കുർബാന അനുവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.